ഹായ്. നമ്മൾ കാഫ് മസിലിനെ സെക്കൻഡ് ഹാർട്ട് എന്ന് വിളിക്കാറുണ്ടല്ലേ? എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കാഫ് മസിൽ സ്ക്യൂസ് ആയിട്ട് ബ്ലഡിനെ മുകളിലേക്ക് പമ്പ് ചെയ്യും. ആ ബ്ലഡ് നമ്മളെ ഹാർട്ട് നമ്മളെ ബോഡീൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കും. അതിലൂടെ നമ്മളെ ബ്ലഡ് ഫ്ലോ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാഫ് മസിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാഫ് മസിൽ നമ്മളെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡിനെ കുറയ്ക്കും. പിന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനും പിന്നെ അതുപോലെ നമ്മളുടെ വെരിക്കോസ് വെയിൻ തടയാൻ വേണ്ടിയിട്ടും പിന്നെ നിൽക്കുമ്പോൾ തളർച്ച ഉണ്ടാവില്ലേ? കുറേ നേരം നിൽക്കുമ്പോൾ തളർച്ച ഉണ്ടാവുന്ന നമ്മൾ എൽഡേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ കാഫ് മസിൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ കാഫ് മസിലിന് വേണ്ട കുറച്ച് എക്സസൈസുകളാണ്, അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വോൾ സപ്പോർട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എൽഡേഴ്സിനൊക്കെ കുറച്ചുകൂടി വോൾ സപ്പോർട്ടും ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആദ്യം നമുക്ക് അങ്ങനെ ചെയ്ത് നമ്മൾ കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ എക്സസൈസുകളും നമ്മൾ കാഫ് മസിലിനുള്ളതാണ്. പിന്നെ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ നടക്കുന്നത്. വാക്കിംഗ് കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ എൽഡേഴ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും സെൻഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ കാഫ് മസിലിനെ സ്ട്രോങ്ങർ ആക്കാം. അപ്പോൾ ഓക്കെ, ബൈ.